നമസ്കാരം, ഞാൻ അശോകൻ. ഏവർക്കും പട്ടണക്കാട്ടേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ 2-3 മാസമായിട്ട് ഒരു വീഡിയോ ഒന്നും ഇറക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഒരു ആശംസ പറഞ്ഞ കൂടുതൽ പറഞ്ഞിരുന്നു. എൻ്റെ വൈഫിന് സുഖമില്ലാതെ ആയിട്ട് എനിക്ക് ഇറക്കാൻ പറ്റില്ല. ഞങ്ങൾ ആശുപത്രിയൊക്കെ ആയിട്ട് അങ്ങനെ ഇറക്കിയിരുന്നു. ആളിപ്പോഴും സെറ്റ് ആയിട്ടില്ല. ഇനി ചാനൽ കട്ടായി പോയിരിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്യും. ഇത് രണ്ടുപേരെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ വീഡിയോ പോകുന്നത്. ഒരാൾ ഷൂട്ട് ചെയ്യാനും ഒരാൾ എഡിറ്റ് ചെയ്യാനും. രണ്ടുപേരും IT പ്രൊഫഷണൽസാണ്. അപ്പോൾ അവരുടെ സമയം കൂടി നോക്കിയിട്ട് വേണം എനിക്ക് ചെയ്യാൻ. ഞാൻ ഇന്ന് പറയാനുണ്ട്, സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. കൊഴുപ്പ്, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ താറുമാറാക്കുന്ന ഒരു വസ്തുവാണ് കൊഴുപ്പ്. കൊഴുപ്പില്ലാതാക്കാനും കൊഴുപ്പിൻ്റെ അളവിനെ ശമിപ്പിക്കാനും പറ്റുന്നൊരു സാധനമാണ് കാന്താരി മുളക്. അത് ചേർത്തിട്ടുള്ളൊരു ചിക്കൻ വിഭവമാണ് ഞാനും ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സാധനമാണ് ഇവിടെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. വിഭവത്തിന് പേര് ചിലപ്പോൾ നിങ്ങളും കൂടി വിചാരിച്ച് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ കാന്താരി ചിക്കൻ എന്നാണ്. കാന്താരി മുളക് പിന്നെ കുറച്ച് മിനുക്കുമണി വേറെ ഉണ്ട്. അതുകൊണ്ടാണ് കാന്താരി ചിക്കൻ എല്ലാവരും ചെയ്യാറുണ്ട്. ശകലം വ്യത്യസ്തമായിട്ടൊരു രീതി ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ആ പേരെടുത്ത് നിർബന്ധമായിട്ടും പറയാത്തത്. അപ്പോൾ അതിൻ്റെ പേര് നമുക്ക് വഴിയെ നോക്കാം. ഞാൻ അതിൻ്റെ ജോലിയിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻഗ്രീഡിയൻസ്: മല്ലിയില, പുതിന, വേപ്പില, ചെറുനാരങ്ങ, പച്ചക്കുരുമുളക് ഇവയെ ചേർത്തിട്ട് എടുത്തിരിക്കുന്ന ഒരു മിശ്രിതമാണിത്. ഇതാണ് ഞാനിതിൽ തേക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞ കൊളസ്ട്രോളിനെ ദൂരീകരിക്കാൻ പറ്റിയൊരു സാധനം എന്ന് പറഞ്ഞത്. കൂടെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി കയറ്റുന്നുണ്ട്. അതാണ് ഞാൻ മിനുക്ക് പണി എന്ന് എക്സ്ട്രാ പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ ഈ വെജിറ്റബിൾസും കൂടി കുറച്ച് ആഡ് ചെയ്തിട്ടാണ് ഇവനെ ബോയിൽ ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിതിൻ്റെ ഉള്ളിലോട്ട് മിനുക്ക് പണി ചെയ്യുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്: ഉരുളക്കിഴങ്ങ്, സവോള, തക്കാളി. ഇത് ചേർത്തിട്ട് ഇതൊന്ന് ഒരു ക്യൂബാക്കി കണ്ടിച്ചിട്ട് അതാണ് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുന്നത്. അതും കൂടി വെച്ചിട്ടാണ് ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ കാന്താരി ചിക്കൻ വരുമ്പോലെയല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സാധനം ഇതാണ്. അത് വരുമ്പോഴത്തേക്കും കുറച്ച് വെജിറ്റബിളും കൂടി അതിനകത്ത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ കൊളസ്ട്രോളിന്, അതാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ച ആ സംഭവം വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടാണ് ഞാൻ ബോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം പഠിച്ചു വെച്ചിട്ടല്ല ചെയ്യുന്നത്, പഠിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരു പഠനം 4 ഘട്ടങ്ങളിലായിട്ടാണ് എന്നാണ് പറയുന്നത്. നീതിസാരത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്: ആചാര്യാൽ പാദമാദത്തെ, പാദം സബ്രഹ്മചാരിഭ്യ, പാദം ശിഷ്യ സ്വമേധയ, പാദം കാലക്രമേണതു. അത് നീതിസാരത്തിൽ പറയുന്ന തോലവ് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് ഒരു കുട്ടം പഠിക്കുന്ന ആദ്യം കാൽഭാഗം ഗുരുവിങ്കിൽ നിന്നും, കാൽഭാഗം സഹവർത്തികളിൽ നിന്നും, കാൽഭാഗം സ്വമേധയായും, കാൽഭാഗം കാലക്രമേണതയും. അങ്ങനെയാണ് ഒരു കുട്ടം പഠിച്ചു തീരുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാനും പഠനത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ആളാണ്, ആരും പഠിച്ചു തീർന്നിട്ടുള്ളവരല്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ അറിവുകളും എനിക്ക് ഇതിനകത്ത് പകർന്നു തരണം, ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ വിരൽത്തുമ്പിലാണ് എൻ്റെ ഭാവി ഇരിക്കുന്നത്. അതും മറന്നു പോകരുത് പ്ലീസ്. കാന്താരി പേസ്റ്റ്, സ്പെഷ്യൽ പേസ്റ്റ് നമ്മൾ തേച്ചിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിൽ വെജിറ്റബിൾ ഒക്കെ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് കുക്കറിൽ വെച്ച് ബോയിൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്യാം. ശരിക്കും കോഴി നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് എണ്ണയിലുള്ളൊരു ചെറിയ പരിപാടി പിടിച്ച് കഴിഞ്ഞാൽ അവൻ ഭക്ഷ്യയോഗ്യമാകും. ചിക്കൻ നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി അതിൽ ബാക്കി മസാല കൂടി പുരട്ടിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ആദ്യം തന്നെ മസാല പുരട്ടി എന്നാൽ അത് ആ ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് ആ മസാല ഇളകി പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പകുതി മസാല ചേർത്ത് ചെയ്തത്. ഇനി നമുക്ക് ബാക്കി പകുതി മസാല ഫ്രൈ ചെയ്യാൻ വേണ്ടി ചേർക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ അതിലേക്ക് പതിയെ ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും. ഞാൻ നോക്കി പറയുന്നതിനേക്കാളും ഇത് കണ്ടു നിൽക്കുന്ന ഇത് കുട്ടികൾ പറയുന്നതായിരിക്കും എനിക്കിഷ്ടം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നല്ല അഭിപ്രായവും ഷെയറും ഒക്കെ ചെയ്ത് തന്നെ സഹായിക്കണം. ഓക്കെ, താങ്ക് യു.